തലശ്ശേരി വിശേഷങ്ങളെല്ലാം കണ്ടു തലശ്ശേരി ബിരിയാണീന്റെ പിന്നെ പെരുമ അന്വേഷിച്ചാൽ നടക്കണം. നല്ല കടയിൽ തന്നെ പോകണം എന്ന് എനിക്ക് നിർബന്ധമുണ്ട്. നല്ല ബിരിയാണി കിട്ടുന്ന വീടുകളും ഉണ്ട്, ഷോപ്സും ഉണ്ട്. അപ്പം നല്ല പേരുള്ളൊരു കടയാണ് റാറ അവിസ്. ഇവിടുത്തെ ഭക്ഷണമെല്ലാം പൊതുവെ വലിയ ടേസ്റ്റാണെന്നാണ് പറയുന്നത്, പ്രത്യേകിച്ച് ബിരിയാണി കാര്യങ്ങളൊക്കെ. അപ്പോൾ തലശ്ശേരി ബിരിയാണി ഇവിടെ നിന്ന് തന്നെ നോക്കിയാലോ അല്ലേ. റാറ അവിസിന്റെ ഉള്ളിലേക്ക് പോകാം. ഹലോ. അപ്പോൾ ഹോട്ടലിന്റെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞു. ഓണേഴ്സ് രണ്ടാളും ഇവിടെ തന്നെയുണ്ട്, ഹാഷിം ആൻഡ് ഹാരിഷ് അല്ലേ, ബ്രദേഴ്സാണ്, ചേട്ടൻ അരിയൻ. ഈ ബിരിയാണി കൂടാണ്ട് നിങ്ങൾക്ക് അല്ലാണ്ട് കുറെ വിഭവങ്ങളുണ്ടല്ലേ. ചിക്കൻ വറവൽ, ചിക്കൻ പെന്റഗൺ, എനിക്ക് തോന്നുന്നു മാഗസീൻസിലും ഒക്കെ വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ വനിതയിലൊക്കെ റൈറ്റപ്സ് ഒക്കെ വന്നിട്ടുള്ള ഹോട്ടലാണ്. അപ്പോൾ എന്തായാലും തേടി പിടിച്ച് ഞാനും ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ റാറാവിസിന്റെ കിച്ചൺ പാർട്ടാണിത്. ഇവിടെയാണ് ബൾക്കായിട്ടുള്ള കുക്കിംഗ് നടക്കുന്നത്. ഇപ്പോൾ ബിരിയാണിയുടെ ഏരിയ ഇതാണ്. അപ്പോൾ ഓരോ സ്ഥലം മാർക്ക് ചെയ്തിട്ടുണ്ട്, ഓരോ കാര്യങ്ങൾ. ഇവിടെ ശരിക്കും വിറക് വെച്ചിട്ട് വലിയ ചെമ്പ് ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യുന്നത്. ദമ്മിടാനുള്ള സൗകര്യം, മറ്റു കാര്യങ്ങൾ. എനിക്കൊരു സംശയം, ഈ റെസ്റ്റോറന്റിന്റെ പേര് കുറച്ച് വളരെ ഡിഫറെന്റ് ആണ് അല്ലേ. റാറാവിസ് എന്ന് പറയാം. റാറാവിസ് എന്താണത്? റെയർ ബേർഡിന്റെ പേര്. ഓക്കെ, ഒരു റെയർ ബേർഡാണ്. അതുകൊണ്ട് ഈ റെസ്റ്റോറന്റ് ഒരു റെയർ ആയിട്ടുള്ള റെസ്റ്റോറന്റ് ആയിരിക്കും. അങ്ങനെ അതുകൊണ്ട് ആ പേരിനൊരു പുതുമയുണ്ട്. അതുപോലെ തന്നെ ആ പേര് വളരെ അന്വർത്ഥമായി തോന്നുന്നു അല്ലേ, ഒരു റെയർ ആയിട്ടുള്ള ഒരു സ്ഥലമായി മാറിക്കഴിഞ്ഞു. ഞാൻ ഈ ഫീൽഡിലേക്ക് കൊണ്ടാണ് എൻ്റെ ഒരു ഫ്രണ്ട് കൂടെ മുഹമ്മദ് NP മുഹമ്മദ്, പുള്ളിയാണ് ഈ പേര് സെലക്ട് ചെയ്തത്. അല്ലേ, മാസ് കുക്കിംഗ് ആണ് കിച്ചൺ നടക്കുന്നത്. അതുകൊണ്ട് കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് എത്ര കാര്യങ്ങൾ ചേർക്കും എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് ആ ഒരു ക്വാണ്ടിറ്റിയിൽ കുറച്ചുകൂടെ ചെറിയ ക്വാണ്ടിറ്റി. എത്രയിലാണ് പ്ലാൻ ചെയ്യുന്നത്? ഇപ്പോൾ ഒരു 10 ബിരിയാണിക്ക്. ഓക്കെ, ഒരു 10 പോർഷൻ, 10 ബിരിയാണിക്ക് ആവശ്യമുള്ള രീതിയിലുള്ള കാര്യങ്ങളും ചേരുവകളൊക്കെ എടുത്തിട്ട് ചെയ്തു തരാൻ പോവാണ്. അപ്പോൾ എല്ലാ ആൾക്കാരും ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ ഷെഫ് രാജൻ അങ്ങനെയാണ്. അപ്പോൾ നമുക്കൊന്ന് തുടങ്ങാം അല്ലേ. കുറേ പ്രത്യേകതകളുണ്ട് ബിരിയാണിക്ക് അല്ലേ. നിങ്ങളുടെ ഈ ഇത് സാധാരണ കോഴി, ബ്രോയിലർ കോഴിയല്ല ഉപയോഗിക്കുന്നത്, ലഗോൺ ചിക്കൻ. അത് നാടൻ കോഴിക്കാണ് സ്വാദ്. അപ്പോൾ ഇച്ചിരി സമയം കൂടുതൽ എടുക്കും. കാര്യം പെട്ടെന്നൊന്നും വേകുന്ന കാര്യമല്ലല്ലോ നാടൻ കോഴി. 1.5 മണിക്കൂർ, നോർമലായിട്ട് 1.5 മണി. പക്ഷെ അത്രയും സമയമെടുത്ത് ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെതായ സ്വാദ് ബിരിയാണിക്ക് കിട്ടുന്നുണ്ട്. അതും ഒക്കെ പ്രത്യേകതകളായിരിക്കാം. അപ്പം ഇത് ഇപ്പോൾ 10 പേർക്കുള്ള. അപ്പോൾ എത്ര റൈസാണ് ഷെഫ് അത് ഉപയോഗിക്കാൻ പോണേ? 1.5 കിലോ റൈസിന് എത്ര കോഴി? ഒരു കോഴിയാണോ? 1.5 കോഴി എടുക്കുക. അപ്പോൾ 1 കിലോയ്ക്ക് 1 കോഴി കണക്ക് ഏകദേശം എന്ന് പറയാം. അപ്പോൾ ആദ്യം കുറച്ച് ഡാൽഡ എത്ര ക്വാണ്ടിറ്റി എടുക്കും ഏകദേശം? ഈ ഇപ്പോൾ 1.5 കിലോയ്ക്ക് 100 ഗ്രാം 100 ഗ്രാം ഡാൽഡ, 50 ഗ്രാം നെയ്യ്, 6 kg നെയ്യ്, ഒരു 250 ഗ്രാം സവാള നേരിയതായിട്ട് അരിഞ്ഞത് ചെറുതായിട്ട്. നെയ്യ് ഡാൽഡ കോമ്പിനേഷൻ 150 ഗ്രാം ഉണ്ട്. അത് ചൂടായി കഴിയുമ്പോൾ സവാള അരിഞ്ഞു. പിന്നെ ഈ സവാളയുടെ നിറം ഒന്ന് മാറണം അല്ലേ, നന്നായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ ആവുമ്പോൾ അതിലൊന്ന് മാറ്റും. അപ്പോൾ 50 ഗ്രാം കിസ്മിസ്, 50 ഗ്രാം അണ്ടിപ്പരിപ്പ്. അപ്പോൾ സവാള വറുത്ത് കോരുന്നതിന്റെ തൊട്ട് മുന്നേ അത് ഏകദേശമായി വരുമ്പോൾ മറ്റു 2 കാര്യങ്ങൾ ചേർത്തത്. അപ്പോൾ എല്ലാം കൂടി ഒന്നിച്ച് കോരിയെടുക്കാമല്ലോ പാകത്തിന് മൂപ്പിച്ച്. ഇനി എണ്ണയിൽ നിന്നും മാറ്റാം. എണ്ണയല്ല, ഇത് വനസ്പതി ആൻഡ് നെയ്യ്. ആ ഉള്ളി വറുത്ത് അതേ എണ്ണ പിന്നെ നെയ്യിൽ തന്നെ ഹോൾ സ്പൈസസ്, അതായത് പട്ട, ഗ്രാമ്പു, ഏലക്ക, അത് ഒരു ഏകദേശ കണക്ക് കുറച്ചല്ലേ. ഇനി അതിലേക്ക് തിളച്ച വെള്ളം ഒഴിക്കുന്നു. അതായത് ഈ റൈസ് ഉണ്ടാക്കുന്നത് വറ്റിച്ചങ്ങ് എടുക്കുകയാണ്. അപ്പോൾ ഒരു 1.5 കിലോ അരിക്ക് എത്ര വെള്ളമായിരിക്കും ഒരു കണക്ക്? ലിറ്റർ. 1 കിലോ അരിക്ക് 1.5 ലിറ്റർ വെള്ളം. അപ്പോൾ ചോറ് വേകുമ്പോൾ ചോറിനൊരു ഉപ്പൊക്കെ വേണമല്ലോ. അപ്പോൾ അതിനാവശ്യമുള്ള ഉപ്പും കൂടെ ആ വെള്ളത്തിൽ തന്നെ ചേർത്ത് കൊടുക്കുന്നു. വെള്ളം നന്നായിട്ട് വെട്ടി തിളയ്ക്കുമ്പോൾ ഇനി അരി ഇടും. അരി കഴുകി അപ്പം കഴുകി എടുത്താൽ മതി, അല്ല കുതിർത്ത് വെച്ച അരിയൊന്നുമല്ല അല്ലേ, ഫ്രഷ് ആയിട്ട് കഴുകി കൈമായി. അപ്പോൾ മറ്റൊരു പാത്രം അടുപ്പിലേക്ക് വെച്ചു. ഇതെല്ലാം തന്നെ നല്ല ചുവട് കട്ടിയുള്ള പാത്രമാണ്, അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അതിലേക്ക് വീണ്ടും കുറച്ച് ഡാൽഡ ഇട്ടു. അതൊന്ന് ഉരുകി കഴിയുമ്പോൾ ഇതാ ചിക്കൻ മസാല തയ്യാറാക്കാനാണ്. കുറച്ച് നെയ്യും കൂടി ഒഴിക്കുന്നു, ഡാൽഡയും നെയ്യും.
അപ്പോൾ വേവിക്കാനായിട്ടിട്ട റൈസ് പാകത്തിന് വെന്ത് വെള്ളം വറ്റി കഴിയുമ്പോൾ പിന്നെ ഒരു ദമ്മിടൽ പ്രോസസ്സാണ്. റൈസിന് മാത്രമായിട്ടും ദമ്മിടും. അതാണ് ഞാൻ ഇവിടെ മനസ്സിലാക്കിയൊരു വ്യത്യാസം. സാധാരണ ചിക്കനും റൈസും എല്ലാം കൂടെ ചേർത്തിട്ടൊരു ദമ്മിടലാണ് അവസാനം. പക്ഷേ ഇത് അങ്ങനെയല്ല. ആദ്യം റൈസിൻ്റെ ഒരു ദമ്മിടലുണ്ട്, പിന്നെ രണ്ടാമതൊരു ദമ്മുണ്ട്. അപ്പോൾ ഇപ്പോൾ വെള്ളം വറ്റി കഴിഞ്ഞു. അതിൻ്റെ മുകളിൽ പാത്രം നന്നായി എയർടൈറ്റായിട്ട് അടച്ചിട്ട് കനലിട്ടിരിക്കുക. അപ്പോൾ അതവിടെ ഇരുന്നൊന്ന് ദമ്മായിരിക്കട്ടെ. ആ സമയം കൊണ്ട് വേറൊരു പാത്രത്തിലാണ് ബാക്കി ചിക്കൻ്റെ മസാലയൊക്കെ തയ്യാറാക്കുന്നത്. 50 ഗ്രാം ഇഞ്ചി ചതച്ചത്, 50 ഗ്രാം വെളുത്തുള്ളി ചതച്ചത്, ഒരു 100 ഗ്രാം പച്ചമുളക് ചതച്ചത്, ഇനി അതിലേക്ക് 150 ഗ്രാം ടൊമാറ്റോ കഷ്ണങ്ങളാക്കിയത്. അപ്പോൾ 3 കാര്യങ്ങൾ ചേർത്ത് അതൊന്ന് വാടി തുടങ്ങിയപ്പോഴാണ് ടൊമാറ്റോയും ചേർത്തത്. ഇനി 1 കിലോ സവാള നീളത്തിനരിഞ്ഞത്, കുറച്ച് ഉപ്പും കൂടി ചേർക്കുക, പാകത്തിനുള്ള ഉപ്പ്. ഈ സവാളയുടെ കൂടെ ഉപ്പ് ചേർക്കുന്നതിന് ഒരു ഡബിൾ ഗുണമുണ്ട്, പെട്ടെന്ന് തന്നെ സവാള വാടി കിട്ടും. ഇനി മല്ലിയിലയും ഒരു 50 ഗ്രാം അല്ലേ. അപ്പോൾ ഓരോ പിടി മല്ലിയില, പുതിനയില, അങ്ങനെ തന്നെ പറയാം ആദ്യത്തെ സ്റ്റേജ്. ഇനി ദമ്മിടുമ്പോൾ ഇനിയും ചേർക്കുമല്ലോ. ഇനി കുറച്ച് സ്പെഷ്യൽ മസാല, ഗരം മസാല, സ്പെഷ്യൽ മസാല, ഇവിടുത്തെ സ്പെഷ്യൽ മസാല എല്ലാം ഉണ്ട് അല്ലേ. പട്ട, ഗ്രാമ്പു, ഏലക്ക, പെരുംജീരകം, പിന്നെ ജാതിക്ക, ജാതിപത്രി, തക്കോലം, പെരുംജീരകം ഉണ്ടാവില്ലേ, പെരുംജീരകം അല്ല, ചെറിയ ജീരകം, അതായത് സാജീരകം അല്ലേ, എല്ലാം കൂടി ചേർത്ത് പൊടിച്ചത്, അത് കുറച്ച്. അപ്പോൾ ഇത് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ലെഗോൺ ചിക്കനാണ് ചേർക്കുന്നത്. നാടൻ കോഴിയാണ്, പക്ഷേ ഇവിടുത്തെ അല്ല, തമിഴ്നാട്ടിലെ വരവാണ്. അത് അവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ വരുന്നത് അല്ലേ, ലെഗോൺ ചിക്കൻ. ആ ക്വാണ്ടിറ്റി എത്രയും കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നു. അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഈ ചിക്കൻ്റെ ഒരു കാര്യം അങ്ങനെയാണ്, ഇത് വേകുന്നതിന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇത് വേകാൻ, അല്ലെങ്കിൽ അടി പിടിക്കും. അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. അപ്പോൾ പാകത്തിന് ചിക്കൻ വെന്തു അല്ലേ, ചാറൊക്കെ വറ്റി ഏകദേശമൊക്കെ കറക്റ്റായി. അപ്പോൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ്, കിസ്മിസ്, സവാള അത് അതിൻ്റെ മുകളിലേക്ക് കുറച്ചിടും. കുറച്ച് മല്ലിയില, പുതിനയില, ഓക്കെ, ഗരം മസാല. ഇനി ആ ദമ്മിട്ട് വെച്ചിരിക്കുന്ന റൈസ് ഇതിലേക്ക് കുറേശ്ശെ ലെയർ ചെയ്യും. അപ്പോൾ ഇത് വറ്റിച്ചാണ് എടുക്കുന്നത്, ശ്രദ്ധിച്ചല്ലോ. അത് കഴിഞ്ഞിട്ട് ദമ്മിടുകയും ചെയ്തു റൈസ്. ഇനി അത് ഇതിലേക്ക് ഇടും അല്ലേ. റൈസിന്റെ 1/4 ഭാഗം ഇട്ട് കഴിഞ്ഞു. ഇനി അതിലേക്ക് വീണ്ടും കുറച്ച് ഗരം മസാലപ്പൊടി. പിന്നെ ഇത് ഈ കളർ ഒന്നും ഇവിടെ ഉപയോഗിക്കാറില്ല, പക്ഷെ ആ ഒരു യെല്ലോ കളർ കിട്ടുകയും വേണം ബിരിയാണിക്ക്. അപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവരെ കുറച്ച് പനിനീരും പാലും അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കിയത്. അതൊരു നല്ല ഐഡിയയാണ്, പാലും പനിനീരും മഞ്ഞൾപ്പൊടിയും മാത്രം. അപ്പോൾ ഒട്ടും ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ലല്ലോ. ഇനി വീണ്ടും കുറച്ച് വറുത്ത സവാള, അണ്ടിപ്പരിപ്പ്, കിസ്മിസ്, മല്ലിയില, പുതിനയില, കുറച്ച് നെയ്യ്. റൈസിനെ 2 ലെയറായിട്ടാണ് സെറ്റ് ചെയ്യുന്നത് ഇങ്ങനെ. ഇനി വീണ്ടും റൈസ്, ബാക്കിയിരിക്കുന്ന റൈസും കൂടി അതിൻ്റെ മേലെ. ഒന്ന് ലെവൽ ചെയ്തു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ഗരം മസാല പൊടിച്ചു, പിന്നെ കുറച്ച് മല്ലിയില, പുതിനയില, ബാക്കി വറുത്ത അണ്ടിപ്പരിപ്പ്, കിസ്മിസ്, സവാള, കുറച്ച് നെയ്യും കൂടി അല്ലേ, ഇച്ചിരി നെയ്യും കൂടി ഒഴിക്കും. കഴിഞ്ഞു, പണി കഴിഞ്ഞു. ഇനി വീണ്ടും ദമ്മിടുക. വീണ്ടും പാത്രം അടയ്ക്കുന്നു, വളരെ എയർ ടൈറ്റായിട്ട് അതിൻ്റെ മുകളിൽ കനലിട്ടിട്ട് ദമ്മിടുന്നു. അപ്പോൾ സാധാരണഗതിയിൽ ഇവിടുത്തെ അടുക്കളയിൽ പിന്നെ വിറകടുപ്പിൽ തന്നെയാണ് ചെയ്തത്. ഇതിപ്പോൾ നമ്മൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ്, നമുക്ക് വേണ്ടിയിട്ട് ഗ്യാസിൽ ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ ആ ശരിക്കുള്ള സ്വാദ് വരണമെങ്കിൽ വിറകടുപ്പ് തന്നെ വേണം അല്ലേ, കറക്റ്റായിട്ട്. അപ്പോൾ പല ടൈപ്പ് ഓഫ് ബിരിയാണീസ് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് എത്ര നേരം വെച്ചേക്കും? 15 മിനിറ്റ്, 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് പൊട്ടിച്ചെടുക്കും അല്ലേ, സെറ്റായി കഴിയുമ്പോൾ. അപ്പോൾ ബിരിയാണീസ് തന്നെ പല രീതിയുണ്ട്. അതായത് വേവിച്ചൊരു 1/4 ഭാഗമായിട്ട് റൈസ് കോരി എടുത്തിട്ട് ദമ്മിടുന്ന ഒരു സിസ്റ്റം ഉണ്ട്. പിന്നെ ചോറ് പോലെ പ്രത്യേകിച്ച് ഇങ്ങനെ ഊറ്റിയെടുത്തിട്ട് ദമ്മിടുന്നതുണ്ട്. ഇങ്ങനെ പല മെത്തേഡ്. ഇത് അങ്ങനെയാണ്, ചോറ് വറ്റിച്ചിട്ട് പിന്നെ ദമ്മിടുന്നു, പിന്നെ ചോറ് വറ്റിച്ചത് വീണ്ടും അതും ഒന്ന് ദമ്മിട്ടിട്ടല്ലേ, ഡബിൾ ദം. അപ്പോൾ തലശ്ശേരി ബിരിയാണിയുടെ പ്രത്യേകതകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി ഇതൊന്നുമില്ല, ഇനി ഒരു 15 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യുക. അത് എൻ്റെ ഫൈനൽ പ്രോഡക്റ്റ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ദം പൊട്ടിച്ചു ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ എടുത്ത് ഈ രീതിയിലാണ് ചെയ്യേണ്ടത് ബിരിയാണി.
തലശ്ശേരി ബിരിയാണി ഫേമസ്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ, ഇങ്ങനെ ഈ എന്താ പറയുക, ഇതിൻ്റെ റൈസ് പാർട്ട് അങ്ങനെ ഒരുപാട് ഇങ്ങനെ കുഴഞ്ഞ് പിന്നെ മസാലയൊക്കെ പോരുന്നുണ്ട്, അങ്ങനെയല്ല. കുറച്ച് കളർഫുൾ, വളരെ വൈറ്റ് കളർ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യും. ഇടയ്ക്കിടയ്ക്ക് ആ ഒരു യെല്ലോ കളർ, പിന്നെ ആ മസാല റൈസിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കഴിക്കുമ്പോഴാണ് അതിൻ്റെ സ്വാദ്. അപ്പോൾ സാധാരണഗതിയിൽ ഞാനൊന്ന് സ്വാദ് നോക്കും, പക്ഷേ ഇത് ഓൾറെഡി ഞാൻ സ്വാദ് നോക്കിക്കഴിഞ്ഞു. കാര്യം ഈ ഹോട്ടലിലേക്ക് വന്നപ്പോൾ തന്നെ ലഞ്ച് ടൈം ആയിരുന്നു. നല്ല ഒന്നാന്തരം തലശ്ശേരി ബിരിയാണിയൊക്കെ കഴിച്ച് വയറൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ അതേ സാധനം തന്നെയാണ് നമുക്കായിട്ട് ഉണ്ടാക്കി കാണിക്കാമെന്ന് പറഞ്ഞാൽ അതിപ്പോൾ തയ്യാറാക്കിയത് അത് തന്നെയാണ്. അത് കാണുമ്പോൾ തന്നെ അറിയാം എനിക്ക്. ഞാൻ ഇതേ കാര്യം തന്നെ കഴിച്ചു. അപ്പോൾ ഗ്യാരണ്ടീഡാണ് ഏറ്റവും നല്ലൊരു ബിരിയാണി. കുറേ നാളുകൾക്ക് ശേഷം കഴിച്ചതിൽ വെച്ച് എനിക്ക് തോന്നുന്നു കുറച്ച് ഡിഫറെൻ്റ് ആൻഡ് ഒരു വ്യത്യാസം തന്നെ ഉണ്ട്. തലശ്ശേരി ബിരിയാണി വളരെ നല്ലതാണ്. അപ്പോൾ ഈ റെസിപ്പിയൊക്കെ മനസ്സിലായല്ലോ. അപ്പോൾ കറക്റ്റായിട്ട് ചെയ്താൽ ഇതേപോലെ തന്നെ ഉണ്ടാക്കാൻ സാധിക്കും. പിന്നെ മസാല കൂട്ട് ഉണ്ടാക്കുമ്പോൾ ചിക്കൻ്റെ ആ ഗ്രേവി തയ്യാറാക്കുമ്പോൾ ടൊമാറ്റോ ചേർത്തു, പിന്നെ വേണമെങ്കിൽ നാരങ്ങ നീരും കൂടി ചേർക്കാം. ഒരു നാരങ്ങയുടെ നീരും കൂടി ചേർത്താൽ കുറച്ചുകൂടി കറക്റ്റായിട്ട് വേണമെങ്കിൽ നമുക്ക് ആ രീതിയിലും ചെയ്തെടുക്കാം. കണ്ടല്ലോ. അപ്പോൾ താങ്ക് യു ഷെഫ്. അപ്പോൾ വളരെ സന്തോഷം ഇത് കാണിച്ചു തന്നതിൽ. ഇപ്പോൾ നമ്മൾ തലശ്ശേരിയിൽ വന്നിട്ട് തലശ്ശേരി ബിരിയാണി കാണാണ്ട് പോകണം ശരിയല്ലല്ലോ. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ നല്ലൊരു സ്ഥലത്ത് തന്നെ അത് കാണണം എന്നുള്ള കാര്യം. അതെ തീർച്ചയായിട്ടും. കേരളത്തിൽ എവിടെ ചെന്നാലും നല്ല ഹോട്ടൽസിലൊക്കെ ഷെഫുമാരെല്ലാം മിക്കവാറും അല്ലേ തലശ്ശേരി ഭാഗത്തു നിന്ന് വന്ന ഒരുപാട് പേരാണ്. അതായത് ഈ ഭാഗത്തെ ഭക്ഷണം ഉണ്ടാക്കണ ഇവിടുത്തെ ആൾക്കാർ തന്നെ വേണം. എന്തായാലും വളരെ സന്തോഷം. താങ്ക് യു വെരി മച്ച്. അങ്ങനെ തലശ്ശേരിയിൽ വന്ന് നല്ല നല്ല ഭക്ഷണമൊക്കെ കഴിച്ചു തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം വളരെ കൊള്ളാം. കാര്യം ഒരുപാട് നല്ല കാഴ്ചകളും നല്ല ഭക്ഷണം. അപ്പോൾ ബിരിയാണിയൊക്കെ കഴിച്ച് ഞാൻ വളരെ ഹാപ്പിയാണ്. എങ്ങനെയാണ് ഈ തലശ്ശേരി ബിരിയാണി ഉണ്ടാക്കുന്നതെന്ന് കണ്ടു കഴിഞ്ഞല്ലോ. അപ്പോൾ ഇന്നത്തെ കാഴ്ചകളൊക്കെ ഇഷ്ടമായില്ലേ. അപ്പോൾ ഞാൻ നാളെ വീണ്ടും വരും. അതുവരെ കാത്തിരിക്കാം.